ഇന്നൊരു നാലമ്പല ദർശനത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ നാലമ്പല ദർശനത്തിന് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ രാമപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഒരു ഞായറാഴ്ച ദിവസമാണ് ഞങ്ങൾ നാലമ്പല ദർശനത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത്. രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടേക്ക് കയറുന്ന വഴിയിൽ നല്ല ബ്ലോക്കും തിരക്കും നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കയറി പോയി. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണ സമയത്ത് മഴ ഇല്ലായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഒരു മഴയും കിട്ടി. അങ്ങനെ ഞങ്ങൾ അധികം തിരക്ക് കൂടുന്നതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറി വരിയൊക്കെ നിന്നിട്ടാണ് തൊഴുതത്. തൊഴുതിറങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു ബോർഡ് അവിടെ വെച്ചിട്ടുള്ളത്. അറിയാത്ത ആളുകൾക്ക് നാലമ്പല ദർശനം നടത്താൻ ഇത് നോക്കി പോയാൽ നന്നായിരിക്കും. പിന്നെ അമ്പലങ്ങളൊക്കെ അടുത്തടുത്തായതുകൊണ്ട് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇനി നമ്മൾ അവിടുന്ന് വേഗം തന്നെ ഇറങ്ങി. ഇനി നമ്മൾ അടുത്തത് പോണത് ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലാണ്. അമ്പലം റോഡ് സൈഡിലായതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അവിടെ എത്തിയപ്പോഴും വണ്ടി നിർത്തിയിടാനും ബുദ്ധിമുട്ടായിരുന്നു. റോഡ് സൈഡ് ആയതുകൊണ്ട് വണ്ടി നിർത്താൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നല്ല വരിയായിരുന്നു. അവിടെ പൂജയ്ക്ക് നട അടച്ചത് കൊണ്ട് റോഡിലേക്കാണ് വരി എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ നമ്മൾ തൊഴുതിറങ്ങി. അടുത്ത് നമ്മൾ പോണത് ഭരതക്ഷേത്രത്തിലേക്കാണ്. എല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട്. റോഡിലായാലും പോണ വഴിയിലാണെങ്കിലും ഒക്കെ നമുക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 വീലറിൽ വരികയാവും ഒന്നും കൂടി നന്നായിരിക്കുക. കാരണം എന്താ വെച്ചാൽ ചെറിയ ചെറിയ റോഡുകളാണ്. അപ്പോൾ നമുക്ക് വലിയ കാറ് ഒക്കെ കൊണ്ടുവന്നെന്ന് വെച്ചാൽ ലേശം ബുദ്ധിമുട്ടാവും. അപ്പോൾ ഭരതസ്വാമി ക്ഷേത്രത്തിലേക്ക് പോണ വഴിയാണ് ഈ കാണുന്നത്. ഫുള്ള് വയലാണ്. കാണാൻ നല്ല ഭംഗിയാണ്. ഒരു സൈഡിൽ കനാലും, അതായത് വെള്ളം തോട് ചെറുതായിട്ട് ഒഴുകുന്നുണ്ട്. ഇപ്പുറത്ത് വയലുമാണ്. അപ്പോൾ അതൊക്കെ കണ്ടു പോവാൻ നമുക്ക് നല്ല നല്ല സ്ഥലങ്ങളാണ്. പോണ വഴി എല്ലാം കാണാൻ ഇഷ്ടം പോലെ ഉണ്ട്. അടുത്ത നമ്മൾ എത്തിയിട്ടുള്ളത് ചിറക്കാട് ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലാണ്. അവിടെയും നടന്നിട്ടാണ് കുറേ ആൾക്കാർ പോകണുണ്ടായിരുന്നത്. വലിയ ബസ്സൊക്കെ വിളിച്ചിട്ട് വന്ന ആൾക്കാരൊക്കെ നടന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. വളരെ നല്ല ഭംഗിയുള്ള ഒരു അമ്പലമാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നത്തെ അതേപോലെ തന്നെയാണ്. ഇപ്പോഴും വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അവിടുത്തെ പ്രസാദമൊക്കെ വാങ്ങി നമ്മൾ അവിടുന്ന് പോന്നു. വരണ വഴിക്ക് നമ്മൾ ഈ പാടം കാണാൻ വേണ്ടിയിട്ടും 2-3 ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടും ഇവിടെ നിന്നു. അവിടുന്ന് അമ്പലത്തിൽ നിന്ന് കിട്ടിയ പ്രസാദം പാൽപ്പായസവും നെയ്യപ്പവും കൂടിയും കഴിക്കാമെന്ന് വിചാരിച്ച് നിന്നു. അവിടുന്ന് വേഗം കഴിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അടുത്തത് ശത്രുഘ്ന ക്ഷേത്രത്തിലേക്കാണ് പോണത്. അവിടെ വീടിൻ്റെ പിന്നിലായിട്ടാണ് വരണത്. അവിടെയും ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അവിടെ എത്തുന്ന സമയത്ത് വീടിൻ്റെ മുന്നിലായിട്ട് തന്നെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ഒരു വഴിയിൽ കൂടെയാണ് നമ്മൾ പോണത്. അവിടെയും വണ്ടിയെല്ലാം നിർത്തിയിട്ടിട്ട് എല്ലാ അമ്പലത്തിലും പ്രഭാത ഭക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ ചില അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ അമ്പലത്തിലെ പ്രധാന വഴിപാട് മീനൂട്ടാണ്. അപ്പോൾ ഞങ്ങൾ അതെല്ലാം ചെയ്ത് അമ്പലത്തിൽ തൊഴുതിറങ്ങി. അപ്പോൾ നമ്മുടെ നാലമ്പല ദർശനമൊക്കെ കഴിഞ്ഞു. അവിടെ എല്ലാ ക്ഷേത്രത്തിലും പോയിട്ട് നമ്മൾ വീണ്ടും ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വന്ന് അവിടെ കാണിക്കൊക്കെ അർപ്പിച്ച് നമ്മൾ അവിടുന്ന് പോന്നു. ഇപ്പോൾ ഇവിടെ അടുത്തൊരു സീതാദേവിയുടെ ക്ഷേത്രം ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെയും കൂടി വന്ന് തൊഴുതിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ മലപ്പുറം ജില്ലയിലും ഇങ്ങനെ നാലമ്പല ദർശനത്തിന് പറ്റിയ അമ്പലങ്ങളുണ്ട്. ഞങ്ങൾ അവിടേക്കാണ് സ്ഥിരം വരാറ്. കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം ഒക്കെ വന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം.